ഇന്നെവിടെയോ ഇങ്ങനെ സ്വാഭാവിക വായനയ്ക്കിടയിൽ വിശുദ്ധ ഖുർആനിലെ ഒരു വചനത്തിൻ്റെ അർത്ഥം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് വേറൊന്നുമല്ല, നിങ്ങളിൽ ഒരാളെ 1000 പേർ ചേർന്ന് ഉയർത്താൻ ശ്രമിച്ചാലും ഉടയതമ്പുരാൻ വിചാരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ഉയർത്താനേ കഴിയില്ല. ഞാൻ എൻ്റെ അർത്ഥമാണ് പറയുന്നത്. അതുപോലെ തന്നെ 1000 പേർ ചേർന്ന് നിങ്ങളിൽ ഒരാളിനെ താഴ്ത്താൻ ശ്രമിച്ചാൽ ഉടയതമ്പുരാൻ തീരുമാനിച്ചില്ലെങ്കിൽ നിങ്ങളെ താഴ്ത്താനുമാവില്ല. എന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മളെ സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ്റെ കയ്യിലുള്ള കാര്യമാണ് എന്ന തരത്തിലാണ് ഖുർആനിൻ്റെ വാചകം ഏതോ സന്ദർഭത്തിൽ പ്രവാചകനോട് പറയുന്ന രീതിയിൽ ഞാൻ വായിച്ചതാണ്. അതിൻ്റെ കറക്റ്റ് ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിരുന്നു, പക്ഷേ കറക്റ്റായിട്ട് അതിപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല. ഞാനിത് ഓർത്തത് പിന്നീടൊരു വാർത്ത കണ്ടപ്പോഴാണ്. ഒരാൾ അമേരിക്കൻ പ്രസിഡൻ്റാണ്, മറ്റൊരാൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്, സാങ്കേതിക തികവുള്ള ശൂന്യാകാശം ഭേദിക്കുന്ന ആളാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർ രണ്ടുപേരും ചേർന്ന് പരസ്പരം രണ്ടുപേരെയും പൊക്കുകയാണ്. പൊക്കോടെ പൊക്ക്, പൊക്കോ പൊക്കോ ഒന്ന് പൊക്കിയിട്ടും രണ്ടുപേരും പൊങ്ങുന്നില്ലെന്ന് മാത്രമല്ല, രണ്ടുപേരുടെയും നിലവാരം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയുമാണ്. ഒരാൾ അമേരിക്കൻ പ്രസിഡൻ്റാണ്. അതിനേക്കാൾ വലിയൊരു പദവി ഈ ഭൂമിയിൽ ആർക്കെങ്കിലും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. സാക്ഷാൽ സമ്പന്ന അധികാര അമേരിക്കയുടെ ഏറ്റവും ഉയർന്ന പദവിയാണ്. പക്ഷേ സംഗതി എന്താ, എന്തോ ഒരു സ്ക്രൂവോ നെട്ടോ ബോൾട്ടോ ഊരിയെടുത്തപ്പോഴത്തേക്ക് പുള്ളി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പുള്ളിക്ക് പോലും അറിയില്ല. നമ്മൾ സാധാരണ ഈ ബൈബിൾ മറ്റോ പറയുന്നൊരു വാചകമുണ്ടല്ലോ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ പുള്ളി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. കുറേ ആളുകളെ പിരിച്ചുവിട്ടു, കുറച്ചാളുകളെ നാട് കടത്തി, ഇനിയും ഏതാണ്ടൊക്കെ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞു. ചിലതൊക്കെ കൂട്ടി, ചിലതൊക്കെ കുറച്ചു, ചിലതൊക്കെ വലിച്ചു, ചിലതൊക്കെ പിടിച്ചു, ചിലതൊക്കെ ഊരി, ചിലതിലൊക്കെ കടിച്ചു. ഇപ്പോൾ പുള്ളി ഇന്ന് പറഞ്ഞിരിക്കുന്നത്, ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്, ഏതൊക്കെയോ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വിസ പൂർണ്ണമായി വിലക്ക്, കുറേ പേർക്ക് ഭാഗിക വിലക്ക്, മറ്റു കുറേ പേർക്ക് സമ്പൂർണ്ണ വിലക്ക്, മറ്റു കുറേ പേർക്ക് അപൂർണ്ണ വിലക്ക്. സത്യം പറഞ്ഞാൽ ഇയാൾ ഈ അയൽ രാജ്യങ്ങളെ മൊത്തം പൊറുതി മുട്ടിച്ച് ഈ ഇസ്രയേലും ഇയാളും ഒഴിച്ചുള്ള ആളുകളെ ഇയാൾ ചെയ്യുന്നത് പോലെ തന്നെ ബാക്കി രാജ്യങ്ങളെല്ലാം കൂടെ ചെയ്താലുള്ള സ്ഥിതി എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരുമാതിരി മണ്ണെണ്ണ ഒഴിക്കുമ്പോൾ നീറ് കിടന്ന് ഓടുന്നത് പോലെ സാക്ഷാൽ ഇതിയാൻ കിടന്ന് ഓടിയേനെ. അപ്പോൾ അതാണ് ഒരു അധികാരി. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയോ ഉയരത്തിൽ നിൽക്കേണ്ട ആൾ ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ തന്നെ അവമതിപ്പും അപഖ്യാതിയും അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള വെല്ലുവിളി നേരിടുകയാണ്. മറ്റേ ആളാണ് ടെസ്ലയുടെയൊക്കെ ഉടമ, അതിസമ്പന്നനായ എലോൺ മസ്ക്. വലിയ സമ്പന്നനാണ്. പുള്ളിയുടെ ഈ അടുത്ത സമയത്ത് വന്ന എത്രാമത്തെ കുഞ്ഞ് ജനിച്ചെന്നാൽ 8-മത്തെയോ 10-മത്തെയോ കണ്ട് കുട്ടി ജനിച്ചു. പുള്ളിയുടെ ഭാര്യമാരുടെ എണ്ണമൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. ഇവിടെ പ്രവാചകൻ്റെ ഭാര്യമാരോടൊപ്പം ജീവിച്ച് മരിച്ച 3-4 പേരുടെ വെച്ച് ചർച്ച ചെയ്യുന്ന ആളുകൾ ആരും എലോൺ മസ്ക് എത്ര കെട്ടിയെന്നും പുള്ളിക്ക് എത്ര മക്കളുണ്ടെന്നും പുള്ളിക്ക് പോലും അറിഞ്ഞുകൊണ്ട് ഇപ്പോഴും ഒരു പൊടിക്കൊച്ചിനെയൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. എന്തെങ്കിലും ആട്ടെ, അതൊക്കെ പുള്ളിയുടെ സ്വകാര്യ കാര്യങ്ങളാണ്. ഏതായാലും അദ്ദേഹം സാക്ഷാൽ നമ്മുടെ ട്രംപ് മച്ചമ്പിയുമായി കൂടി വലിയ ധനികനാവേണ്ടതാണ്. അദ്ദേഹം $2.90 മില്യൺ ഈ അമേരിക്കൻ ഇലക്ഷന് വേണ്ടി ട്രംപിന് വേണ്ടി ചെലവഴിച്ചത്. അതിന് പകരമായി ട്രംപ് അദ്ദേഹത്തിന് ഈ അമേരിക്കയുടെ ചെലവുകളൊക്കെ നിയന്ത്രിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു പദവിയും തന്ത്രപരമായ സ്ഥാനവും ഒക്കെ അദ്ദേഹത്തിന് കൊടുത്തു. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ ടെസ്ലയുടെ ഓഹരിയിലുണ്ടായ ഇടിവെന്ന് പറഞ്ഞാൽ അംബാനിയുടെ ആകെ സ്വത്തിൻ്റെ അത്രയും തുക അങ്ങ് ഇടിഞ്ഞു. 430-440 ഉണ്ടായിരുന്ന ടെസ്ലയുടെ ഓഹരി വില 235-240 ആയി കുറഞ്ഞു. എന്ന് മാത്രമല്ല, ഓരോ രാജ്യങ്ങളിലും 30% മുതൽ 76% വരെ വിൽപ്പനയാണ് കുറഞ്ഞത്. ഇലക്ട്രിക് വെഹിക്കിൾസിന് ലോകം മുഴുവൻ വലിയ ഡിമാൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. പക്ഷേ അതിയാൻ്റെ സാധനം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. ടെസ്ലയെ അമേരിക്കയിൽ പലയിടങ്ങളിലും ആക്രമിച്ചപ്പോൾ തൻ്റെ കൂടെ നിന്ന വിശ്വസ്തനായ മസ്കിനെ ഈ പിരിപോയി കിടക്കുന്ന ഞാൻ സഹായിക്കണ്ടേ എന്ന് വിചാരിച്ച് വൈറ്റ് ഹൗസിലെ ലോണിൽ ടെസ്ല കാറുകളുടെ ഒരു ഷോറൂം പോലെ വിവിധ കളറുകളിലുള്ള ടെസ്ല കാർ വന്ന് നിന്നു. എന്നിട്ട് അതിൽ നിന്നൊരു ചുവന്ന നിറമുള്ള കാറ് സാക്ഷാൽ ട്രംപ് മച്ചമ്പി വാങ്ങിച്ചിട്ട് അത് ലോകത്തോട് മുഴുവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാനിത് വാങ്ങാൻ പോവുകയാണ്, എലോൺ മസ്കിനെ സഹായിക്കാൻ വേണ്ടിയാണെന്ന്. എന്നിട്ടും പൊങ്ങുന്നില്ല. ചുരുക്കത്തിൽ ഇവർ രണ്ടുപേരും രണ്ട് മുട്ടൻ ആളുകളാണ്. ഇവർ രണ്ടുപേരുടെ പൊക്കിയാൽ
ഇത് മൊത്തം പൊങ്ങേണ്ടതാണ്. അമേരിക്ക തന്നെ ഒരു 6 അടി പൊക്കത്തിലേക്ക് പൊങ്ങണം, മസ്കും പൊങ്ങേണ്ടതാണ്. പക്ഷേ രണ്ടുപേരും പിടിച്ച് താഴോട്ടാണ് പോകുന്നത്. എവിടം വരെ എങ്ങനെ എത്തുമെന്നറിയാൻ നമ്മൾ മാത്രമല്ല, ലോകത്തൊരുപാട് മനുഷ്യർ കൗതുകപൂർവ്വം കാത്തിരിക്കുകയാണ്. ഒരാൾ സമ്പന്നനും ഒരാൾ അമേരിക്കയുടെ വലിയ ഉയർന്ന ആളുമാണെങ്കിലും രണ്ടുപേർക്കും 50 പൈസയുടെ കുറവുണ്ടെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്.